സൗദി അറേബ്യ. സൗദിയെ പറ്റി പറയാൻ എനിക്ക് 100 നാവാണ്. കാരണം വർഷങ്ങളായി ഞാൻ സൗദിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സൗദിയിലെ ദമാമിൽ കുടുംബത്തോടൊപ്പം മക്കളുമായി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൗദിയിൽ വരുമ്പോൾ എല്ലാവരും എൻ്റെ ബന്ധുക്കൾ, നാട്ടുകാരൊക്കെ വളരെ ഭീതിയോടുകൂടി എന്നോട് പറഞ്ഞിട്ടുണ്ടായി, സൗദിയിലാണോ പോകുന്നത്? സൗദിയിൽ ഭയങ്കരമായ നിയമങ്ങളാണ്, കർശന കാടത്ത് നിറഞ്ഞ ഒരു കാര്യമാണ് സൗദിയിൽ നടക്കുന്നത്. കൂടാതെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അബായ ഇടണം, തല മറക്കണം, അങ്ങനെ മരുഭൂമിയാണ്, അവിടെ പോയി ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പേടിപ്പിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായ ഒരു പേടിയോടുകൂടി തന്നെയാണ് അന്ന് സൗദിയിൽ വന്നിറങ്ങിയത്. പക്ഷേ ഞാൻ അനുഭവിച്ച സൗദി വേറിട്ട ഒരു സൗദിയായിരുന്നു. ഞാൻ ശരിക്കും നമ്മുടെ ഇന്ത്യയേക്കാൾ വളരെ സേഫായി, വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചൊരു രാജ്യമാണ് സൗദി. എൻ്റെ ഫ്രണ്ട്സുമാരായാലും ഈ പറഞ്ഞ നാട്ടുകാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒമാൻ, ദുബായ്, ബഹ്റൈൻ, ഖത്തർ ഇവിടെയൊക്കെ താമസിക്കുന്നവർ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് സൗദിയിൽ നിൽക്കുന്നത്? നിങ്ങൾക്ക് അബായ ഇടണ്ടേ? അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കും. അതുപോലെ അവിടെ ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണോ, മരുഭൂമിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ഭയങ്കരമായി തർക്കം പോലെ പറയും, അയ്യോ നിങ്ങൾ സൗദിയിൽ വന്ന് നോക്കണം, നിങ്ങൾക്ക് സൗദിയിൽ വന്നാലേ അതിൻ്റെ ഒരു സുഖം മനസ്സിലാവൂ എന്ന് പറയും. എന്തായാലും ഇസ്ലാം രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ കർശനമായ ചില നിയന്ത്രണങ്ങളുണ്ട്. അന്ന് അബായ ധരിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു തിയേറ്റർ ഇല്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവിടെ ഫ്രീഡം ഇല്ല എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് നാട്ടിൽ ജീവിക്കുന്നത് പോലെ എവിടെ വേണമെങ്കിലും പോകാം. ശരീരഭാഗങ്ങൾ സ്ത്രീകൾ കാണിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ചിലവർക്ക് ഭയങ്കരമായ നിയന്ത്രണങ്ങളല്ലേ എന്ന് പറയുന്നത്. പിന്നെ നാട്ടിലെ പോലെ ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, സിനിമ കാണാൻ പറ്റില്ല. ഇതൊക്കെയാണ് എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായത്. അല്ലാതെ ഇവിടെ ജീവിക്കാൻ നല്ല സുഖമായൊരു ജീവിതം, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി ചെയ്താൽ നല്ല സാലറി, ഇതൊക്കെ തന്നെ സൗദിയിലുണ്ട്. റിയാദ് സീസൺ നടക്കുകയാണ്. അവിടെ ബോളിവുഡ് സിറ്റി, വേൾഡ്, ഇതിലൊക്കെ കയറി ഒന്ന് കാണുമ്പോൾ ഇതൊക്കെ സൗദിയിൽ തന്നെയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. എന്തായാലും ദമാം, ജുബൈൽ, കോബാർ ഇവിടെയൊന്നും ഇങ്ങനെയൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ വളരെ വിസ്മയത്തോടു കൂടിയാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടത്. അതുപോലെ കിങ്ഡം ടവർ റിയാദിൽ, അതിൻ്റെ മുകളിൽ 99 നിലയാണ് അവിടെ. അതിൻ്റെ മുകളിൽ രാത്രി കയറിയാൽ നമുക്ക് റിയാദ് മുഴുവനും കാണാൻ പറ്റും. മുകളിൽ കയറണമെങ്കിൽ ഓരോരുത്തർക്കും 70 സൗദി റിയാലാണ്. അത് കയറി നമുക്ക് കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്ത് റിയാദ് മുഴുവനും കാണാനുള്ള, അത് മനോഹരമായ ഒരു കാഴ്ചയാണ്. എല്ലാ ലൈറ്റുകളും ഒരുമിച്ച് കാണുന്ന താഴെ ഈ 99 നിലയിൽ നിന്ന് താഴെ നോക്കുമ്പോൾ ചെറിയൊരു ഉറുമ്പിനെ പോലെ വാഹനങ്ങൾ പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ ഭയങ്കരമായൊരു രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. റിയാദിൽ
പോയപ്പോൾ കണ്ട മനുഷ്യർ, ദമാമിലെ മനുഷ്യർ മോശമെന്നല്ല, പക്ഷേ റിയാദിൽ ദമാമിനേക്കാൾ ഒരുപാട് വ്യത്യാസമുള്ള സൗദി സ്ത്രീകളെയും സൗദി ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വ്യത്യാസം തോന്നി കേട്ടോ. ദമാമും റിയാദും തമ്മിൽ എല്ലായിടത്തും സ്ത്രീകൾ ജോലി ചെയ്യുന്നു, അതുപോലെ അവരുടെ പെരുമാറ്റം എല്ലാം ഭയങ്കരമായ രസമുള്ളൊരു കാഴ്ചയായിരുന്നു റിയാദിൽ. എടുത്തു പറയേണ്ടത് എൻ്റെ മക്കളെ, അവിടെയുള്ള ഹോട്ടലിലെ ആംബിയൻസാണ്. തുർക്കിഷ് ഹോട്ടലൊക്കെ ദമാമിലും ജുബൈയിലൊക്കെ ഉണ്ടെങ്കിലും, തുർക്കിഷ് ഫുഡ് ഇവിടെ നിന്നൊക്കെ എത്രയോ തവണ കഴിച്ചിട്ടുണ്ടെങ്കിലും, ഇവിടെ റിയാദിലെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ അവിടുത്തെ ആംബിയൻസ് കൊണ്ട് ആ ഫുഡിനൊക്കെ വേറെ തന്നെ ഒരു സ്വാദായിട്ട് തോന്നി. എന്തൊരു ഭംഗിയായിട്ടാണ് അവരുടെ പെരുമാറ്റം, അവരുടെ സൽക്കാരങ്ങൾ. കൂടാതെ ഈ ആംബിയൻസൊക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അവിടെ എത്തിയപ്പോൾ. Khezur malum mu? Khezur? Ada khezur juga. Thank you. Hakil itu badana. എന്തായാലും സൗദിയിൽ ഇനിയും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. മുഹമ്മദ് ബിൻ സൽമാൻ്റെ സ്വപ്നങ്ങളാണ് ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണം. എന്തായാലും പുറം രാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ് സൗദിയിലെ മാറ്റങ്ങൾ. അമേരിക്കയെ വെല്ലുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് സൽമാൻ രാജാവ് ഇവിടെ നടപ്പാക്കാൻ നോക്കുന്നത്. ആദ്യപടിയായ വിഷൻ 2030. വിഷൻ 2030 സൗദിയിലെ പരിഷ്കാരങ്ങളും മാറ്റങ്ങളൊക്കെ നമുക്ക് നോക്കി കാണേണ്ടത് തന്നെയാണ്. ക്രൂഡ് ഓയിൽ കയറ്റുമതിയാണ് സൗദിയിലെ ഏറ്റവും പ്രധാനം. എണ്ണയെ മാത്രം ആശ്രയിക്കാതെ കൂടുതൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം എന്നതാണ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ലക്ഷ്യം. അങ്ങനെ ടൂറിസം, കായികം, നിർമ്മാണം എന്നീ മേഖലയിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. ഫിഫ വേൾഡ് കപ്പ് 2034 സൗദിയിലാണ് നടക്കാൻ പോകുന്നത്. സൗദിയിലെ കോബ, റിയാദ്, ജദ്ദ, അബഹ, നിയോം ഇവിടങ്ങളിലൊക്കെയുള്ള സ്റ്റേഡിയങ്ങളിലാണ് നടക്കുന്നത്. ദമാമിൽ വലിയൊരു സ്റ്റേഡിയം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി ഒരു പടുകൂറ്റൻ സ്റ്റേഡിയം കോബാറിൽ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരു അമ്പരപ്പിക്കുന്നൊരു മാറ്റമായിട്ട് തന്നെയാണ് തോന്നിയത്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോഴും ഞാൻ വന്നിറങ്ങിയ കാലത്തെ സൗദി നോക്കുമ്പോൾ നമ്മളൊരു സിനിമ കാണാൻ ഇവിടുന്ന് ബഹ്റൈനിൽ വെള്ളിയാഴ്ച പോയിട്ടാണ് ഒരു ആഗ്രഹം വരുമ്പോൾ ഒരു സിനിമ കാണുന്നത്. ഒന്ന് ഫ്രീ ആയി അപായമില്ലാതെ നടക്കുന്നത് നാട്ടിൽ പോയാലോ അല്ലെ ബഹ്റൈനിൽ പോയാലോ ആണ്. എന്തായാലും ഉടൻ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം അമേരിക്കയെ വെല്ലുന്നൊരു സൗദി. നിയോമും വിഷൻ 2030 ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗദിയുടെ മാറ്റം നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമായിരിക്കും.